എനിക്ക് തോന്നുന്നു ഈ കവിതയിലേക്ക് ധ്വനിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും വഴക്കുമൂലം ശരണക്കേട് തോന്നി, നോക്കിക്കോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒറ്റ നട വെച്ച് കൊടുക്കുമെന്ന് തലേന്ന് രാത്രി അമ്മ പറഞ്ഞ അമ്മ ചട്ടയും മുണ്ടും എടുത്ത് വീടിറങ്ങി, എന്നാൽ ചായത്തേക്കിന് താഴെയുള്ള കുത്തുകല്ലിൽ അവർ ഇരുന്ന് പോകും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലോകമുണ്ടല്ലോ. അതിപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളതാണ്, ഒരു ക്വസ്റ്റ്യനാണ്. പൊക്കടമില്ല അല്ലേ സ്ത്രീകളുടെ ജീവിതത്തിൽ ഏത് സ്ത്രീ ആണെങ്കിലും അവർക്കൊരു തിരിച്ചു പോകാൻ സ്ഥലമില്ല. ഇപ്പം ഇവിടെ കാശുകാരൻ്റെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ച് പോയാൽ, ഭർത്താവ് ഇറക്കി വിട്ടാൽ പിന്നെ അവർക്ക് പോകാൻ സ്ഥലമില്ല. ഏതോ ഒരു സിനിമയിൽ മധുവിൻ്റെ ആണെന്ന് അറിഞ്ഞുകൂടാ, സ്വർഗപുത്രി എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു. ഭർത്താവ് രാത്രിയിൽ ഇറക്കി വിടുന്നതേ, ആ സ്ത്രീ രാത്രിയിൽ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഭയങ്കര ഒരു സിനിമയുണ്ട്. സിനിമയല്ല, എൻ്റെ അടുത്തൊരു സ്ത്രീയെ രാത്രിയിൽ ഇറക്കി വിട്ടിട്ട് പോകാൻ അവർക്ക് വീട് നഷ്ടപ്പെടും. അവരെവിടെ പോകുന്നു? അവരെ സ്ത്രീകളെ സംബന്ധിച്ച് വീട് നഷ്ടപ്പെടും. ഞാൻ ഓർക്കുന്നു ഒരു രാത്രി മുഴുവനും അവർ ആ മൈതാനത്തിരുന്നു. ഭാഗ്യത്തിന് ആരും ഒന്നും ചെയ്തില്ല കേട്ടോ. അവരവിടെ ഇരുന്ന് രാവിലെ നേരം വെളുപ്പിച്ചു, അവരെ പിന്നെ ആരുടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ ആ രീതിയിൽ അനുഭവങ്ങളുടെ ഒരു വലിയ ലോകമുണ്ട്. പോകാൻ സ്ഥലമില്ല. ആ സ്ത്രീ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും, എത്ര സമ്പന്ന കോടീശ്വരി ആണെങ്കിലും അവൾക്ക് തിരിച്ചു പോകാൻ ചിലപ്പോൾ ഒരു സ്ഥലം കാണില്ല. കാരണം അവിടെ ആങ്ങളമാരെല്ലാം താമസിച്ചു, അവിടെ ഭാര്യമാർ താമസിച്ചു, വേണം ഒരു ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ടി വരും. അല്ല ഇത് ഈ ജിയോ ബേബിയുടെ മറ്റേ സിനിമ വന്നില്ലേ, ജിയോ ബേബിയുടെ ഒരു സിനിമ വന്നില്ലേ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇതിനകത്ത് വീട് ഉപേക്ഷിച്ച് പോകണമെന്നാണ് പറയുന്നത്. സത്യത്തിൽ അതൊരു പോകാൻ സ്ഥലമുണ്ടോ എന്നുള്ള വിഷയമുണ്ടല്ലോ. പോകാൻ സ്ഥലമുണ്ടോ എന്ന് വെച്ചാൽ വലിയ പ്രയാസം. ഈ കവിതയും ഈ സിനിമയും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടല്ലോ. സ്ഥലം ഉണ്ടാകും, പക്ഷെ അത് അവിടെ ഡാൻസ് പഠിപ്പിച്ചല്ലേ ജീവിക്കുന്നത്. അതെ, ഡാൻസ് പഠിക്കാൻ വരുന്ന ഒരു ഫീസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടോ? പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു, പലപ്പോഴും ഫീസ് കിട്ടുകയല്ലോ. അല്ല, ഞാൻ പോക്കടമില്ലാത്തൊരു അമ്മയും പോക്കടമുള്ള സ്ത്രീയും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ. ശരിക്കും സുഹൃത്തെ, ഡാൻസ് ഒന്നും പഠിപ്പിച്ച് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അതൊരു സ്ഥാപനമാണേ പറ്റുമായിരിക്കും. അല്ലാതെ നമ്മൾ കുറെ പിള്ളേരെ വിളിച്ച് വീട്ടിൽ ഡാൻസ് പഠിപ്പിക്കാന്ന് വെച്ചാൽ ഫീസ് കിട്ടണ്ടേ? അതെ അതെ അതെ. അല്ല, ഈ പ്രശ്നം ഉണ്ടല്ലോ, പോകാനൊരു ഇടമില്ലായ്മയാണ്. പോകാനിടമില്ലായ്മ എപ്പോഴും ഉണ്ട്. ഇനി പോയാൽ തന്നെ അവർക്ക് പുതിയൊരു ഭർത്താവ് വേണ്ടേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതാവശ്യങ്ങളില്ലേ? ഉണ്ടാവാൻ പറ്റുമോ? അതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇതൊരാളുടെ കാര്യമല്ല, ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഒരു വ്യക്തിയുടെ കാര്യമാണ്, ഇത് ഒരു സമൂഹത്തിന്റെ കാര്യമാണ്. ഈ കവിതയിൽ വരുന്ന പോക്കടമില്ലാത്തൊരു സ്ത്രീലോകം അല്ലേ അതിനകത്ത്? ഗ്രാമത്തിൽ അങ്ങനെയാണ് കൂടുതൽ. ഗ്രാമത്തിൽ എനിക്കറിയാവുന്ന, പക്ഷെ അവരാരും അങ്ങനെ പോകാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ഇല്ലില്ല, അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അതല്ലേ കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് തിരികെ വരുന്ന അമ്മയെ ഞങ്ങൾ അവർ ഒരു പ്രാവശ്യം അങ്ങനെ ഇറങ്ങുമായിരിക്കും, പിന്നെ അവർ പോകുകയില്ല. കാരണം അവർക്കറിയാം പിന്നെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർ ഇവിടെ തന്നെ നിന്ന് ഇടി കൊള്ളുകയോ അല്ലെങ്കിൽ അവർ കളിയാക്കപ്പെടുകയുള്ളൂ. അതെ, എന്തെങ്കിലും തരത്തിൽ അവർ അതിജീവിക്കുകയുള്ളൂ. അങ്ങനെ അതിജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ല ഡിവോഴ്സ് ആയിപ്പോകും. നമ്മൾ ഈ അതിജീവിക്കുന്നതെല്ലാം തന്നെ സഹിച്ചുകൊണ്ടാണ്. നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ സ്ത്രീകൾ കുടുംബത്തിൽ അതിജീവിക്കുന്നത് പലപ്പോഴും സഹിച്ചുകൊണ്ടാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അങ്ങനെയാണ് ജീവിതം വിജയിപ്പിച്ചു എന്ന് പറയുന്നത്. അല്ലേ? അല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് അങ്ങനെ പോകില്ല. കാരണം ഈ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുമ്പോൾ ഒരാളൊരു ഭാര്യ ഒരാളൊരു ഭർത്താവ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പോൾ അത് സുസ്ഥിരമായിട്ടൊന്നും എപ്പോഴും മുന്നോട്ട് പോകണമെന്നില്ല. ബുദ്ധിമുട്ടാണ്. നമ്മൾ കഠിനമായ ശ്രമങ്ങൾ നടത്തിയാലേ അതൊക്കെ ഒരുമിച്ച് പോകുള്ളൂ, അല്ലേ? അതെക്കാലത്ത് ഒരുപോലെ പോകണമെന്നുമില്ല. ഇപ്പോഴത്തെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം കല്യാണം കഴിച്ചു ഡിവോഴ്സായി, വേറെ കല്യാണം കഴിച്ചു ഡിവോഴ്സായി, ഇത് വേറെ തരത്തിലുള്ള ഒരു ലോകാവസ്ഥ കൂടിയുണ്ട് അതിനകത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എസ് ജോസഫിൻ്റെ കവിതയിലേക്ക് പ്രവേശിച്ചുള്ളൂ. കവിതയുടെ ഒരു വിശാലമായ ലോകം തന്നെ നമ്മൾ പിന്നീട് വന്ന എഴുത്തിൻ്റെ മാറ്റമൊക്കെ ഉണ്ട്. അത് മറ്റൊരു ചർച്ചയിലാവാം. ഏതായാലും ഈ കവിത എഴുത്ത് പോലെ തന്നെ പ്രധാനമാണ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഇടപെടൽ. അപ്പോൾ അത് തുടരട്ടെ. ഏതായാലും ഇത്ര സമയം സംസാരിക്കാൻ കഴിഞ്ഞു. നന്ദി. താങ്ക് യു.